എവരിബഡി വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ നാളെ നമ്മൾ ന്യൂ കാസലിലേക്ക് പോവുകയാണ്, സെയിൻറ്റ് ജെയിംസ് പാർക്കിലേക്ക് പോവുകയാണ്. നമുക്ക് തീരെ രാശിയില്ലാത്ത ഒരു ടീമാണ്. എസ്പെഷ്യലി കഴിഞ്ഞ സീസൺ കളിച്ച 4 കളികളിൽ നിന്ന് 3 അവർ ജയിച്ചു. അതും എസ്പെഷ്യലി കാരബോ കപ്പിൻ്റെ സെമി ഫൈനൽ വളരെ കൺവിൻസിംഗ്ലി നമ്മളെ തോൽപ്പിച്ചിട്ടാണ് അവർ കാരബോ കപ്പ് ഫൈനലിൽ പോയി ലിവർപൂളിനെ തോൽപ്പിച്ചിട്ട് ജയിക്കുന്നത്. ശരിയാണ്, ഈസാക്ക് അവരുടെ കൂടെ ഇല്ല, എന്നാൽ പോലും ഒട്ടും എന്താ പറയുന്ന വീര്യം കുറഞ്ഞ ടീമായിട്ട് നമുക്ക് ന്യൂ കാസലിനെ പറയാൻ പറ്റത്തില്ല. എസ്പെഷ്യലി ആ ഗെയിം ബാർസലോണ വേഴ്സസ് ന്യൂ കാസൽ, ആ ഗെയിം അറൗണ്ട് 20 മിനിറ്റ്സ് ബാർസലോണയുടെ ആ ഒരു യൂഷ്വൽ ഗെയിം കളിപ്പിക്കാതിരിക്കാൻ ന്യൂ കാസലിനെ കൊണ്ട് സാധിച്ചു എന്നുള്ളത് എഡി ഹൗവിൻ്റെ ആ ഒരു ബ്രില്യൻസ് നമുക്കത് എടുത്തു പറഞ്ഞേ പറ്റും. ഐ തിങ്ക് ദേ ഡിസേർവ് സംതിങ് ഇൻ ദാറ്റ് ഗെയിം എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. എനിവേ, ഈ ഗെയിമിലേക്ക് വരുമ്പോൾ വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ യൂഷ്വൽ ഫോർമാറ്റ്. അർട്ടറ്റയുടെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിനെ പറ്റി, ഓഡഗാർഡിനെ പറ്റി ചോദിച്ചു. ഓഡഗാർഡ് ട്രെയിനിങ്ങിലാണ്, ഹോപ്പ്ഫുള്ളി അവൈലബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വിച്ച് ഈസ് എ ഗുഡ് ന്യൂസ്. കാരണം സത്യം പറയാലോ, ഓഡഗാർഡ് ഫോം ഔട്ട് ആണെങ്കിൽ പോലും ഹി ഈസ് മച്ച് ബെറ്റർ ദാൻ മെറീനോ. ഹി ഈസ് മച്ച് ബെറ്റർ ദാൻ മെറീനോ, എസ്പെഷ്യലി ആർസണൽ ടീമിൽ. ഞാൻ ഉദ്ദേശിച്ചത് സ്പെയിനിലെ മെറീനോയും ഇവിടുത്തെ മെറീനോയായിട്ട് ഞാൻ കമ്പയർ ചെയ്യുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ എനിക്ക് ഐ വോണ്ട് ഓഡഗാർഡ് ബാക്ക് ഇൻ ദ ടീം ASAP. കാരണം വി റിയലി മിസ് ഹിം. ശരിക്ക് ഐ എം മിസ്സിങ് ഹിം. കാര്യം ശരിയാ, ഫോം ഔട്ടാണ്, എനിക്കറിയാം. പക്ഷേ എന്നാൽ പോലും ഐ മിസ് ഹിം. ഓഡഗാർഡിനെ ഐ മിസ് ഹിം. ഇതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഐ വാണ്ട് ഹിം ബാക്ക് ഇമ്മീഡിയറ്റ്ലി. സോ ട്രെയിനിങ്ങിലാണ്, ഹോപ്പ്ഫുള്ളി അവൈലബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാക്കാനെ നമുക്കറിയാം, കഴിഞ്ഞ കളിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരുന്നു അറൗണ്ട് 60-65 മിനിറ്റിൽ. പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് ഗിവിങ് ഹിം ടൈം. അപ്പോൾ അതിനെപ്പറ്റി ഒരു ചോദ്യം ചോദിച്ചാണ്. ഹീ ഈസ് അവൈലബിൾ, സിമ്പിൾ. നെക്സ്റ്റ്, നോനിനെ പറ്റി ചോദിച്ചു. നോനിയുടെ സ്കാൻ റിസൾട്ട് എന്തോ സ്റ്റിൽ പെൻഡിങ് എന്നോ നോ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ എന്നാണ് നോനി തിരിച്ചു വരുന്നത് എന്നുള്ള ഒരു ഐഡിയ പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. സോ ദാറ്റ് ഈസ് എ വെരി സാഡ് ന്യൂസ്. കാരണം ഒന്ന്, സത്യം പറഞ്ഞാൽ ഐ ഫീൽ സാഡ് ഫോർ നോനി. കാരണം ഒന്ന് ഫോം പിക്ക് ചെയ്ത് വരുമായിരുന്നു, അപ്പോഴായിരുന്നു ഈ ഒരു ഇഞ്ചുറി, അതും ഒരു ലോങ് ടേം ഇഞ്ചുറി. സോ ഐ റിയലി ഫീൽ സോറി ഫോർ ഹിം ആൻഡ് സാഡ് ഫോർ ഹിം. മോർ സാഡ് ആൻഡ് ദാൻ സോറി എന്ന് പറയണം. അപ്പോൾ ഐ ഹോപ്പ് ഹീ കംസ് ബാക്ക്, സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വിഷ് ഹിം എ വെരി സ്പീഡി റിക്കവറി. അപ്പം നെക്സ്റ്റ്, സലീബയുടെ ഡീല് നമ്മൾ അറിയാലോ, സലീബ 5 വർഷത്തേക്ക് ഡീല് സൈൻ ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. സോ അതിനെപ്പറ്റി അർട്ടറ്റ പറഞ്ഞത്, സൈനായി എന്ന് തന്നെയാണ് അർട്ടറ്റ തൊട്ടും തൊടാതെയും പറഞ്ഞത്. ബട്ട് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വിൽ ബി സൂൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നത്തെ ചോദ്യം, ആർസണൽ ഈസ് ആർസണൽ ദ ബെസ്റ്റ് ഡിഫൻസ് ടീം ഇൻ പ്രീമിയർ ലീഗ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അർട്ടറ്റയുടെ ഉത്തരം, വി വോണ്ട് ടു ബി ദ ബെസ്റ്റ് ടീം എന്നാണ്. ഡിഫൻസിൽ മാത്രമല്ല, ഓവറോൾ ഒരു ബെസ്റ്റ് ടീം ആവണം എന്നാണ് അർട്ടറ്റ പറഞ്ഞത്. എഗെയിൻ, ഞാൻ പ്രസ് കോൺഫറൻസ് ഫുൾ ഒന്നും കവർ ചെയ്യുന്നില്ല. എന്താണ് ഇമ്പോർട്ടൻറ്റ്, വളരെ ചുരുക്കി എന്താണ് ഇമ്പോർട്ടൻറ്റ് അത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഫുള്ള് കണ്ടിട്ട് അതിൽ നിന്ന് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളതാണ് ഞാൻ സമ്മറൈസ് ചെയ്ത് പറയുന്നത്. ന്യൂ കാസൽ വിത്തൗട്ട് ഈസാക്ക്, അത് ചോദിച്ചായിരുന്നു. അത് ഞാൻ കുറച്ച് മുമ്പ് കവർ ചെയ്തു. അപ്പോൾ അത് തന്നെയാണ് അർട്ടറ്റയും പറഞ്ഞത്. ലൈക്ക് ബാർസലോണയ്ക്കെതിരെ കളിച്ചത് കണ്ടിരുന്നു, വളരെ നന്നായിട്ടാണ് എഡി ഹൗവിൻ്റെ ടീം കളിച്ചത്. ഓഫ് കോഴ്സ് ഈസാക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദേ ആർ സ്റ്റിൽ എ വെരി ഡേഞ്ചറസ് സൈഡ് എന്നാണ് ന്യൂ കാസൽ പറഞ്ഞത്. പിന്നെ ചോദിച്ചത്, എന്തായിരിക്കും ഈ ഗെയിമിലേക്ക് പോകുമ്പോൾ ഒരു ബിഗ്ഗസ്റ്റ് ചാലഞ്ച് എന്ന് ചോദിച്ചത്. അപ്പം അർട്ടറ്റയ്ക്ക് അതിനൊരു ക്ലിയർ കട്ട് ഉത്തരവൊന്നുമില്ലായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു. അതിൻ്റെ ഒരു സമ്മറി എടുക്കുവാണെങ്കിൽ ബേസിക്കലി വി നീഡ് ടു ബി ഡോമിനേറ്റ് ദ ഗെയിം എന്നാണ് പറഞ്ഞത്. ഡോമിനേഷൻ കൊണ്ട് പുള്ളി പൊസഷൻ അല്ലായിരിക്കണേ ഉദ്ദേശിച്ചതെന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഈ കിക്ക് ഓഫ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കിക്ക് ഓഫ് ഒരു ടാക്ടിക്സ് ആയിട്ട് ന്യൂ കാസൽ പല പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ്
ചോദിച്ചത്. അപ്പം പുള്ളി പറഞ്ഞ അതും ഒരു ടാക്റ്റിക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം, എനിക്കും താല്പര്യമുണ്ട് യൂസ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു. എനിവേ, ഇങ്ങനെയായിരുന്നു പ്രസ് കോൺഫറൻസ് ചില പ്രസക്ത ഭാഗങ്ങൾ. പക്ഷേ ആരും ഹെൻകപ്പിയെ പറ്റിയോ അല്ലെങ്കിൽ ഈ ഒരു ഇഞ്ചുറി ക്രൈസിസ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ അത് കഴിഞ്ഞ പ്രസ് കോൺഫറൻസിൽ ചോദിച്ചായിരുന്നു, ഇത്രയും ഇഞ്ചുറി ഉള്ളത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പം അർട്ടറ്റയുടെ ഉത്തരം എല്ലാ ഇഞ്ചുറീസും എന്താ പറയുന്ന ഈ ഫിസിയോ ടീമിൻ്റെ ക്വാളിറ്റി കുറവ് കൊണ്ടൊന്നുമല്ല, ചിലതൊക്കെ പ്യുവർലി എന്താ പറയുന്ന ബാഡ് ലക്ക് എന്നുള്ള രീതിയിലാണ് അർട്ടറ്റ പറഞ്ഞത്. എസ്പെഷ്യലി ഓഡഗാർഡിൻ്റെ ഇഞ്ചുറി 2 പ്രാവശ്യം സെയിം ആ ഷോൾഡർ ഇടിച്ചാണ് വീണ്. നോനിയുടെ ഇഞ്ചുറി ആരും എക്സ്പെക്റ്റ് ചെയ്തതല്ല, ACL അത്. സോ അതിനെപ്പറ്റി അങ്ങനെയാണ് ഇത്ര ഇഞ്ചുറിയെ പറ്റി, ഹെൻകപ്പിയുടെ ഇഞ്ചുറി, ഇതിനെല്ലാം പറ്റി അർട്ടറ്റ ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഇറ്റ്സ് സീരീസ് ഓഫ് ബാഡ് ലക്ക് ഈവൻറ്റ്സ് എന്നാണ് പറഞ്ഞത്. അപ്പം ന്യൂകാസിൽ വേഴ്സസ് ആർസണൽ, ഞാൻ ശരിക്കും പറഞ്ഞാൽ കോൺഫിഡൻ്റ് ആണ്. ശരിയാണ്, നമുക്ക് അവരുമായിട്ട് അത്ര നല്ല റെക്കോർഡൊന്നും ഈ അടുത്ത കാലത്തൊന്നും ഇല്ല എന്ന് പറയാം. എന്നിട്ടും ഓക്കെ, ലാസ്റ്റ് കളി നമ്മൾ അവരുമായിട്ട് കളിച്ചത് നമ്മൾ ജയിച്ചു, പക്ഷേ അത് മാറ്റി വെക്കാം. കാരണം അവർ ഓൾറെഡി കാരബോ കപ്പൊക്കെ കളിച്ച് ജയിച്ച് 5th സ്ഥാനമൊക്കെ ഉറപ്പിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു ടീമായിരുന്നു അത്. സോ ആ അത്ര ഇൻറ്റൻസിറ്റിയോടെ ഒന്നുമല്ല അവർ ലാസ്റ്റ് കളി നമ്മളുമായിട്ട് കളിച്ചതെന്ന് വ്യക്തമാണ്. സോ ഈ കളിയിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി ദേ വിൽ ബി റെഡി. അവർക്ക് ജയിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കും അവർ വരുന്നത്. സോ ഞാൻ ഈ കളീനെ കാണുന്നത് വളരെ കോൺഫിഡൻറ്റോടെയാണ്. എനിക്ക് എൻ്റെ വിശ്വാസമാണ് അർട്ടറ്റ ഈ കളിയിൽ നല്ലൊരു സ്ട്രോങ് 11നെ ഒരു നമുക്ക് ആ ലൈനപ്പ് കാണുമ്പോൾ തന്നെ നമുക്കൊരു സ്ട്രോങ് 11നെ കാണാൻ പറ്റും, അറ്റാക്കിംഗ് 11നെ കാണാൻ പറ്റും, ഒരു പോസിറ്റീവ് 11നെ കാണാൻ പറ്റും, ഒരു ബാലൻസ്ഡ് 11നെ കാണാൻ പറ്റും. അറ്റാക്കും ഡിഫൻസും എല്ലാം ചേർന്ന ഒരു ബാലൻസ്ഡ് 11 നമുക്ക് കാണാൻ പറ്റും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരിക്കലും ഇതൊരു ഈസി ഗെയിമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇറ്റ് വിൽ ബി എ ടഫ് ഗെയിം. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നത് നമ്മൾ ഈ കളി വിൻ ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത്. കംഫർട്ടബിൾ അല്ലെങ്കിൽ പോലും അവർ ഗോൾ അടിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം അവർ നമുക്കെതിരെ ഒരുപാട് ഗോൾ അടിച്ചിട്ടുള്ള ഒരു ടീമാണ്. സോ ഞാൻ ഒരിക്കലും ഒരു ക്ലീൻ ഷീറ്റ് ഈ ഗെയിമിൽ ഞാൻ പറയത്തില്ല. ഞാൻ പല ഗെയിമിലും ഞാൻ ക്ലീൻ ഷീറ്റ് പറഞ്ഞിട്ടുണ്ട്. മാൻ സിറ്റിയുടെ ഗെയിമിൽ ഞാൻ പറഞ്ഞില്ല. ആൻഡ് ഐ വാസ് റൈറ്റ്. ഹാളണ്ട് ഗോൾ അടിക്കുമെന്ന് പറഞ്ഞു, ഗോൾ അടിച്ചു. അതുപോലെ തന്നെ ഈ കളിയിലും ആൻ്റണി ഗോർഡൻ ഉണ്ട്, അറിയാം, ജോ ലിൻറ്റൺ ഉണ്ട്, മറ്റേ എന്താണ് ഗമാറേസ് ആ പ്ലെയർ ഉണ്ട്. സോ ഇവരൊക്കെ ഭയങ്കര ക്വാളിറ്റി ഉള്ള പ്ലെയറാണ്. സോ ഡെഫിനറ്റ്ലി ഐ എം എക്സ്പെക്ടിങ് ദം ടു സ്കോർ എ ഗോൾ. എൻ്റെ ഒരു പ്രഡിക്ഷൻ പറയുകയാണെങ്കിൽ 3-1 ആണ് എൻ്റെ പ്രഡിക്ഷൻ. അല്ലെങ്കിൽ 3-1, 3-2 ഇതാണ് ഐ എം എക്സ്പെക്റ്റിംഗ്. കാരണം നല്ലൊരു ബാക്ക് ആൻഡ് ഫോർത്ത് ഗെയിമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ ഇത്രയും കളി അർട്ടറ്റ ട്രൈഡ് ലോട്ട് ഓഫ് തിങ്സ്, അതൊന്നും വർക്കായില്ല. 3 കളിയിൽ ട്രൈ ചെയ്തു, 3 കളിയിലും വർക്കൗട്ടായില്ല. എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഒരു ക്രൂഷ്യൽ ഗെയിമിൽ അർട്ടറ്റ വീണ്ടും അതെടുത്ത് പ്രയോഗിക്കും എന്നെനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കുറച്ചുകൂടെ ഒരു ബാലൻസ്ഡ് ടീം, കുറച്ചുകൂടെ റിസ്ക് എടുക്കാൻ നാളത്തെ ഗെയിമിന് ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നാളെ ഞാൻ വാച്ച് അലോങ്ങിന് കാണാൻ സാധ്യത ഇല്ല, പക്ഷേ എന്തായാലും ഞാൻ കളി കാണും. സോ കളി കണ്ടു കഴിഞ്ഞ് ഞാൻ റിവ്യൂ ഇടുന്നതായിരിക്കും. ഐ റിയലി ഹോപ്പ് ആർസണൽ വിൽ വിൻ ദിസ് ഗെയിം. എന്നിട്ട് ആ ഒരു മൊമെൻറ്റം വിന്നിങ് വേസിലേക്ക് തിരിച്ചു വരാൻ ആർസണലിന് പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഗായ്സ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ. ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ.